ഇവിടെ എടുക്കാൻ പോകുന്ന സോഷ്യോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. സോഷ്യോളജി എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. സോഷ്യോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സോഷ്യൽ ലൈഫ് ആസ് എ ഹോൾ. അതായത് ഒരു ഹ്യൂമൻ ബീയിങ് സൊസൈറ്റിയിലായിരിക്കുമ്പോൾ എങ്ങനെ പെരുമാറണം, ഓരോ രീതിയിൽ, ഓരോ സ്ഥലങ്ങളിൽ. നമ്മൾ ഫാമിലിയിലായിരിക്കുമ്പോൾ ഒരു ബിഹേവിയർ ആയിരിക്കും, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു ബിഹേവിയർ ആയിരിക്കാം, പള്ളികളിൽ പോകുമ്പോൾ മറ്റൊരു രീതിയിലുള്ള ബിഹേവിയർ ആയിരിക്കാം, മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ വേറൊന്നായിരിക്കാം, കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ വേറൊന്നായിരിക്കും. അപ്പം ഓരോ സ്ഥലത്തും നമ്മുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗസ്റ്റ് കോംറ്റെ വാസ് ദ ഫസ്റ്റ് സ്കോളർ ടു യൂസ് വേർഡ് സോഷ്യോളജി. അതായത് ഫാദർ ഓഫ് ദ സോഷ്യോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആഗസ്റ്റ് കോംറ്റെയാണ്. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന വേർഡ് രണ്ട് ലാംഗ്വേജിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഒന്ന് ലാറ്റിൻ വേർഡ് സോഷ്യസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ്, അതിൻ്റെ മീനിങ് അസോസിയേഷൻ എന്നാണ്. സെക്കൻഡ് വൺ ലോഗോസ് എന്ന് പറയുന്ന വേർഡ് ഗ്രീക്കിൽ നിന്ന് വന്നതാണ്, അതിൻ്റെ മീനിങ് തിയറി എന്നാണ്. അപ്പം സോഷ്യസും ലോഗോസും രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വന്ന ഒരു വേർഡാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യോളജി, ദ ഫാദർ ഓഫ് സോഷ്യോളജി ആഗസ്റ്റ് കോംറ്റെയാണ്. അപ്പം സോഷ്യോളജി എന്ന് പറയുന്നത്, സോഷ്യോളജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ റിലേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സൊസൈറ്റി. സോഷ്യോളജി എന്ന് പറയുന്നത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ റിലേഷൻസ്. നമ്മൾ സൊസൈറ്റിയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ, സൊസൈറ്റിയിലായിരിക്കും നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. Sociology is the body of knowledge compiled by the scientific method about human interaction. അതായത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇൻട്രാക്ഷൻ വി മീൻ റെസിപ്രോക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ 2 or more persons. രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാർ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് പേജിൽ പറയുന്നത് വാട്ട് ഈസ് സയൻസ് എന്നാണ്. സയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സയൻസ്? സയൻസ് റെഫേഴ്സ് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, റീസണിങ് ആൻഡ് ലോജിക് ടു ഡെവലപ്പ് എ ബോഡി ഓഫ് നോളജ് അബൌട്ട് ഗിവൺ ഫിനോമിന. എന്താ പറയുന്നത്? സയൻസ് എന്ന് പറയുമ്പോൾ പൊതുവെ ഇൻവെസ്റ്റിഗേഷനാണ്. റീസണിങ്, ലോജിക്ക്, ഇതിനെക്കുറിച്ചുള്ള അതിനെ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് അവിടെ പറയുന്നത്. അപ്പം there are 3 goals of science. The first to explain why something happens. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സയൻസിനെ ബേസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ സെക്കൻഡ് ഈസ് ടു മേക്ക് ജനറലൈസേഷൻ. അതായത് അതിന് എന്തെല്ലാം തെളിവുകളാണ് വരുന്നത്, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിൻ്റെ തെളിവെടുപ്പുകൾ. പിന്നെ ടു ഗോ ബിയോണ്ട് ദി ഇൻഡിവിജ്വൽ കേസസ് ആൻഡ് മേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് അപ്ലൈ ടു എ കളക്റ്റീവ്ലി. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയേണ്ടത്. പിന്നെ മൂന്നാമത്തേത് ടു സ്പെസിഫൈ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ ഇൻ ദ ലൈറ്റ് ഓഫ് ദ അവൈലബിൾ സ്റ്റോക്ക് നോളജ്. അപ്പം വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ, ഇതിങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എങ്ങനെ സംഭവിക്കും, എന്ത് സംഭവിക്കും. ഇൻ ദ ലൈറ്റ് ഓഫ് ദ അവൈലബിൾ സ്റ്റോക്ക് ഓഫ് നോളജ്, നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു സയൻസിൻ്റെ കേസിൽ പറയുമ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള പഠനമൊക്കെയാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പം സയൻസിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫീച്ചേഴ്സിൻ്റെ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് തിയറിറ്റിക്കൽ എന്നാണ് പറയുന്നത്. തിയറിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അറ്റംപ്റ്റ്സ് ടു സമ്മറൈസ് കോംപ്ലക്സ് ഒബ്സർവേഷൻസ് ഇൻ അബ്സ്ട്രാക്റ്റ് ലോജിക്കലി റിലേറ്റഡ് പ്രൊപ്പോസിഷൻസ്. തിയറിറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനെ സമ്മറൈസ് ചെയ്തിരിക്കുന്നത്, എന്ത് കാരണത്താലാണ് നമ്മൾ ഈ ഒരു ലോജിക്ക് അവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തേത് ഇറ്റ് ഈസ് എംപിരിക്കൽ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് റീസണിങ്, നോട്ട് ഓൺ സൂപ്പർ നാച്ചുറൽ സ്പെക്കുലേറ്റീവ് റിലേഷൻസ്. അതായത് സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഒരു അഭൂതപൂർവമായ ശക്തി, അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻസ് ആൻഡ് റീസണിങ്. കാരണം സയൻസിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രതിപാദിക്കുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നിരീക്ഷണങ്ങളൊക്കെ നടത്തി അതിൻ്റെ കാര്യകാരണ സഹിതമാണ് വെളിപ്പെടുത്തുന്നത്. മൂന്നാമത്തേത് it is cumulative. Sociological theories are built upon one another, extending and refining the older ones and producing the new ones. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സയൻസിൻ്റെ കേസിൽ എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കില്ല, ഒന്നിനോട് കവർ ചെയ്ത് അത് ഇപ്പോൾ ഒരു പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി അടുത്ത വർഷം അല്ലെങ്കിൽ ടെക്നോളജി ഡെവലപ്പ് ആകുമ്പോൾ അതിൻ്റെ പുതിയൊരു ലെവൽ അടുത്ത് ഇതിലേക്ക് മാറ്റം വരികയാണ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് നോൺ എത്തിക്കൽ. എന്താണ്? സോഷ്യോളജി ഡു നോട്ട് ആസ്ക് വെദർ പർട്ടിക്കുലർ സോഷ്യൽ ആക്ഷൻസ് ആർ ഗുഡ് ഓർ ബാഡ്, ദേ സീക്ക് മിയർലി ടു എക്സ്പ്ലെയിൻ ദം. അപ്പം സോഷ്യോളജിസ്റ്റ് എന്ത് പറയുന്നു?
സോഷ്യോളജിസ്റ്റ് ഡു നോട്ട് ആസ്ക് വെദർ പർട്ടിക്കുലർ സോഷ്യൽ ആക്ഷൻസ് ഗുഡ് ഓർ ബാഡ്. അതായത് സോഷ്യോളജിസ്റ്റ് പൊതുവെ അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാറില്ല. ദേ സീക്ക് മിയർലി ടു എക്സ്പ്ലെയിൻ ദ. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എക്സ്പ്ലനേഷൻ മാത്രമാണ് സോഷ്യോളജിസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ഫീച്ചേഴ്സാണുള്ളത്. ഒന്ന്, it is theoretical, it is empirical, it is cumulative, it is non-ethical. ഇങ്ങനെ 4 ഫീച്ചേഴ്സാണ് സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഇനി സോഷ്യോളജി ഓഫ് പേഴ്സ്പെക്റ്റീവ്സ്. എന്താണ് പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചപ്പാടുകളാണ്. സോഷ്യോളജിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തേത് പോസിറ്റിവിസമാണ്. എന്താണ് പോസിറ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റിവിസം ഈസ് ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് സോഷ്യോളജി വിച്ച് ഈസ് ജനറലി അസോസിയേറ്റഡ് വിത്ത് ആഗസ്റ്റ് കോംറ്റെ. അതായത് പോസിറ്റിവിസം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ബീങ് സെർട്ടൈൻ ഓർ വെരി കോൺഫിഡൻറ്റ് ഓഫ് സംതിങ്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അത്ര കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ പറഞ്ഞിരിക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന അത്ര കറക്റ്റാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് നമുക്കവിടെ പോസിറ്റീവ് നോളജ് നമ്മളെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കതിനെ ഉറപ്പ് പറയാൻ പറ്റും. അതുകൊണ്ട് പോസിറ്റിവിസം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ബീങ് സെർട്ടൈൻ ഓർ വെരി കോൺഫിഡൻറ്റ് ഓഫ് സംതിങ്. നമ്മളൊരു പർട്ടിക്കുലർ തിങ് ചെയ്യുമ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളത് ചെയ്യുന്നു. അതാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇംപ്ലിക്കേഷൻ. എന്താണ് ഇംപ്ലിക്കേഷൻ? വിതിൻ ദ പോസിറ്റിവിസം സ്കൂൾ ഓഫ് സോഷ്യോളജി ദർ ആർ 2 ഡോമിനൻറ്റ് തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്. അതായത് പോസിറ്റിവിസത്തിനെ ബേസ് ചെയ്തിട്ട് അവിടെ 2 കാഴ്ചപ്പാടുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഇവിടെ പോസിറ്റിവിസം സ്ട്രെസ്സസ് ദ നീഡ് ഫോർ നാച്ചുറലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി ഇൻ റിസർച്ച്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അറ്റംപ്റ്റ് ടു എമുലേറ്റ് ദ മെത്തേഡ്സ് ഇൻ നാച്ചുറൽ സയൻസ്. പോസിറ്റിവിസം അത്ര ഉറപ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒന്ന്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം എന്തുകൊണ്ട് വന്നു, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നു, അതിൻ്റെ എക്സ്പ്ലനേഷൻസ്, അതിൻ്റെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഹൈപ്പോത്തിസിസ് ചെയ്തത്. ഹൈപ്പോത്തിസിസ് വെച്ചാൽ അത് സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണെന്നുള്ള ഭാഗങ്ങളെക്കുറിച്ചിട്ട് പഠിക്കുന്നു. ലാസ്റ്റ് അനാലിസിസ് ഓഫ് റിസൾട്ട്, അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നു. പിന്നെയും നമ്മൾ റീടെസ്റ്റ് ഈഫ് നെസസറി, നമുക്ക് ആവശ്യം എന്ത് കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ രണ്ടാമത് വീണ്ടും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നു. ഇൻ്റർപ്രറ്റിംഗ് റിസൾട്ട്, അവസാനം എന്താണ്, എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം നമ്മൾ തന്നെ സ്വയം ഒരു അനുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പോസിറ്റിവിസം എന്ന് പറയുന്നതിന് കാരണങ്ങൾ പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പോസിറ്റിവിസത്തിനെ കൺഫേം ചെയ്യാൻ വേണ്ടി 2 ഡോമിനൻ്റ് തിയറികളുണ്ട്. അതായത് പോസിറ്റിവിസം എന്ന് പറയുന്നത് കറക്റ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ഒന്നാണ് ദ ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്. ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ പറയുന്ന ടു മീറ്റ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ നീഡ്സ്. അതായത് ഒരു വ്യക്തിക്ക്, ഒന്നും കൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ദേ വ്യൂഡ് സൊസൈറ്റി ആസ് എ സെൽഫ് റെഗുലേറ്റിംഗ് ആൻഡ് സെൽഫ് മെയിൻറ്റെയിനിങ് സോഷ്യൽ സിസ്റ്റം വിത്ത് സർട്ടൈൻ ബേസിക് നീഡ്സ് സച്ച് ആസ് പ്രിസർവിംഗ് സോഷ്യൽ ഓർഡർ, പ്രൊവൈഡിംഗ് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ യങ് വൺസ്. അതായത് ഒരു സൊസൈറ്റിയിലായിരിക്കുമ്പോൾ നമ്മൾ സെൽഫായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. നമ്മുടെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഹോം, ഷെൽട്ടർ, ക്ലോത്ത്, ഹോം ഷെൽട്ടർ അല്ല, ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്. ഇതാണ് അതിൻ്റെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേസിക് നീഡ്സ് എപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ടോ? ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? ആ ബേസിക് നീഡ്സ് അതാത് ഓർഡറിൽ കിട്ടുന്നുണ്ടോ? പിന്നെ നമ്മൾ എപ്പോഴും എൽഡർ വൺസ്, യങ്ങർ വൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? അതൊക്കെയാണ് ഇവിടെ ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ടു മീറ്റ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ നീഡ്സ്, ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങളും സൊസൈറ്റി പരമായിട്ടുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് എന്നുകൊണ്ട് പറയുന്നത്. സെക്കൻഡ് വൺ, ദ കോൺഫ്ലിക്റ്റ് പേഴ്സ്പെക്റ്റീവ്. കോൺഫ്ലിക്റ്റ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the conflict theorists stress inequalities and regard society as a system made of individual and group which are competing for scarce resources. ഇന്നീക്വാലിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഓൾ സൊസൈറ്റീസ് ഗ്ലോബലി. അത് പൊതുവേ നമുക്ക് എല്ലാ സൊസൈറ്റിയിലൊക്കെ ഇന്നീക്വാലിറ്റീസ് ഉണ്ട്. കാരണം എല്ലാവർക്കും തുല്യമായിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടിയെന്നിരിക്കില്ല. അപ്പോൾ ഇന്നീക്വാലിറ്റീസിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ കിട്ടി, ഇങ്ങനെയാണ്. കൂടുതൽ കിട്ടിയെന്ന് ആരും കംപ്ലയിൻറ്റ് പറയാൻ നിൽക്കാറില്ല പൊതുവേ. അപ്പം കുറച്ച് കിട്ടി, അല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെയുള്ള അവന് കൂടുതൽ കിട്ടി എന്നുള്ള രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ, വഴക്കുകൾ വരാനുള്ള ചാൻസസ് അവിടെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നീക്വാലിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഓൾ സൊസൈറ്റീസ് ഗ്ലോബലി. അത് ലോകത്ത് മുഴുവൻ ഏത് സൊസൈറ്റിയിലായിരിക്കുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ്, ഇന്നീക്വാലിറ്റി അവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടൊരു കോൺഫ്ലിക്റ്റും വരാറുണ്ട്. അടുത്തത് ഫിനോമിനോളജി അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റീവ് പേഴ്സ്പെക്റ്റീവ്. എന്താണ് ഇൻ്റർപ്രറ്റീവ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്? അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ദാറ്റ് ദോസ് സ്റ്റഡി ഗിവ്സ് ടു ദിയർ ബിലീഫ്സ്, വാല്യൂസ്, ആക്ഷൻസ്, ബിഹേവിയേഴ്സ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്സ് വിത്ത് പീപ്പിൾ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത്
നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുക. Understanding the meaning that those studied give to their beliefs, values, actions, behaviors and social relationships with people and institutions. നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, അവരുടെ വാല്യൂസ്, അവരുടെ ആക്ഷൻസ്, അവരുടെ ബിലീഫ്, ചിന്തകൾ, ഇതെല്ലാം തന്നെ പിന്നെ മറ്റുള്ളവരുടെ ബിഹേവിയേഴ്സ്, ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിനെയൊക്കെ അംഗീകരിക്കുക, ബഹുമാനിക്കുക. അതൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ്റർപ്രറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ദാറ്റ് ദോസ് സ്റ്റഡീഡ് ഗിവ്സ് ടു ദെയർ ബിലീഫ്സ്, വാല്യൂസ്, ആക്ഷൻസ്, ബിഹേവിയേഴ്സ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതൊക്കെയാണ് ഇൻ്റർപ്രറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി ആണ്. സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജി കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളുണ്ടെന്നുള്ളതാണ്. അപ്പം ഇവിടെ സ്കോപ്പ് ഓഫ് സോഷ്യോളജിയിൽ സോഷ്യോളജി ഈസ് എ സിസ്റ്റമാറ്റിക് and objective study of human society. Sociologists study individual social actions, social relationships such as between husband and wife, teachers and student, buyer and seller and social process etc. അപ്പോൾ ഇവിടെ സോഷ്യോളജി അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുറത്തായിരിക്കുമ്പോൾ നല്ല ഒരു ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യണം, പിന്നെ ഒരു ബയറും സെല്ലറും തമ്മിലുള്ള ബിഹേവിയർ, ഒരു ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് തമ്മിലുള്ള ബിഹേവിയർ, ഇതൊക്കെയാണ്. അതായത് രണ്ട് വ്യക്തികൾ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നോ അതിൽ കൂടുതലുള്ള ഒന്നല്ല രണ്ടിൽ കൂടുതൽ വ്യക്തികൾ വരുമ്പോൾ അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളതാണ് സോഷ്യോളജിയെക്കുറിച്ചുള്ള പഠനം കൃത്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻസ് ഗൈഡഡ് ബൈ നോംസ് ആൻഡ് വാല്യൂസ് ഗിവ് റൈസ് ടു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോഷ്യോളജി ദെയർഫോർ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ലൈഫ് ആസ് എ ഹോൾ. അപ്പം സോഷ്യോളജി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ സ്റ്റഡിയെ കുറിച്ചിട്ടാണ്, ഹ്യൂമൻ ലൈഫിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്റ്റഡിയെ കുറിച്ചിട്ടാണ്, സ്റ്റഡിയെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, therefore we study in sociology about social organization, social structure, institutions and culture. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സോഷ്യോളജിയെ കുറിച്ച് പഠിക്കുന്നത്? സോഷ്യൽ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് പഠിക്കണം, സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കണം, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കണം, കൾച്ചറിനെ കുറിച്ച് പഠിക്കണം. ഇതെല്ലാം കൂടെ കൂടി ഒന്നാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ഓർഗനൈസേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. സോഷ്യൽ ഓർഗനൈസേഷൻ മീൻസ് it refers to interdependence of different aspects of society, and this is an essential characteristic of all enduring social entities such as groups, communities and collectivities. Herbert Spencer has used the term of social organization to refer the interrelationships ഓഫ് ദ ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് അതർ ഡിവിഷൻസ് ഓഫ് സൊസൈറ്റി. അതായത് നമ്മളൊരു സൊസൈറ്റിയിലായിരിക്കുമ്പോൾ നമുക്കവിടെ പല ബിഹേവിയേഴ്സ് ഇക്കണോമിക് ലെവലിൽ, പൊളിറ്റിക്കൽ ലെവലിൽ, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ പിന്നെ കൾച്ചർ ലെവലിലൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വളരെ ഡീപ്പായിട്ടുള്ളൊരു പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ഓർഗനൈസേഷൻ ഈസ് യൂസ്ഡ് ടു റെഫർ to the interdependence of parts in groups of all sizes, from a clique of workers and in hospital and factories to large scale societies and organizations. അപ്പം ലാർജ് സ്കെയിൽ സൊസൈറ്റിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഓർഗനൈസേഷനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ കുറിച്ചിട്ടൊക്കെയുള്ള പഠനങ്ങളാണ് പിന്നെ സോഷ്യൽ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സോഷ്യൽ സ്ട്രക്ചറാണ്. സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ പാറ്റേൺ ഓഫ് ഇൻ്റർ റിലേഷൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. അതായത് രണ്ടിൽ കൂടുതൽ വ്യക്തികൾ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ് അവിടെ കാണിക്കുന്നു. എവരി സൊസൈറ്റി ഹാസ് എ സോഷ്യൽ സ്ട്രക്ചർ, എ കോംപ്ലക്സ് ഓഫ് മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗ്രൂപ്പ്സ് ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ സ്റ്റാറ്റസ് ആൻഡ് പവർ. അപ്പം ഒന്നോ അതിൽ കൂടുതലോ തമ്മിലുള്ള ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ ഒക്കെ ആയിട്ടുള്ള അവരുടെയൊക്കെ ഒരു സോഷ്യൽ സ്ട്രക്ചർ കീപ്പ് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മളിവിടെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് റിലേറ്റഡ് ടു സ്റ്റാറ്റസ് ആൻഡ് പവറാണ്. സ്റ്റാറ്റസും പവർ എന്ന് പറയുന്നത്, പവർ എന്ന് പറയുന്നത് അധികാരമാണ്, സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗമ കാണിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഇത് രണ്ടും കൂടെ കൂടിയത്, സ്റ്റാറ്റസും പവറും കൂടെ കൂടിയതാണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. In every society, people create social institutions to meet their basic needs of survival. Institutions are instruments and tools of human transactions. An institution is thus a stable cluster of norms and values and roles. എന്താണ് പറയുന്നത്?
In every society, people create social institutions to meet their basic needs of survival. അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ സൊസൈറ്റിയിലായിരിക്കുമ്പോൾ അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടാകാം, ഹോസ്പിറ്റലുണ്ടാകാം, പള്ളികളുണ്ടാവാം, അമ്പലങ്ങളുണ്ടാവാം, പിന്നെ മാർക്കറ്റുകളുണ്ടാവാം. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഈ പറയുന്ന പല രീതിയിലുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ ബേസിക് നീഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി, അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. നെക്സ്റ്റ് കൾച്ചർ. എന്താണ് കൾച്ചർ എന്ന് പറയുന്നത്? Culture refers to symbols, signs and language besides religion, rituals, beliefs and artifacts. In fact, culture is guiding force in everyday life. As such, culture is social. It is an instrument of shaping and reshaping human life and ramifications. Culture is transmitted from one generation to the next through the process of socialization. എന്താണ് കൾച്ചർ എന്ന് പറയുന്നത്? കൾച്ചർ റെഫേഴ്സ് ടു സിമ്പിൾസ് ആൻഡ് സയൻസ്, ലാംഗ്വേജ് ബിസൈഡ്സ് റിലീജിയൻസ്. അതായത് കൾച്ചർ എന്ന് പറയുമ്പോൾ അവിടെ സിമ്പിൾസ് ഉണ്ടാവാം, എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു സയൻസ് ഉണ്ടാകാം, ലാംഗ്വേജസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പർട്ടിക്കുലർ വ്യത്യസ്തമായ വിഭാഗങ്ങളുണ്ടാവാം, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ അതിന് വേണ്ടിയിട്ട് അവർ പ്രത്യേകിച്ച് ഓരോരുത്തരും ഓരോ റിലീജിയൻ ബേസിൽ ഓരോരുത്തരും പ്രത്യേകമായിട്ട് ഓരോന്നിനെ പിന്നെ ഉൾക്കൊള്ളുന്നതായിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും എന്താണ്, ഇതെല്ലാം തന്നെ കൾച്ചറിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള സോഷ്യോളജി ഉള്ളത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ. ഇന്ത്യയിൽ തന്നെ എന്ന് പറയുമ്പോൾ പല മതവിഭാഗങ്ങളെ പല വിശ്വാസങ്ങളും നമ്മൾ ഒന്നിച്ച് ഉൾക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതിനെയൊക്കെ നമ്മൾ ഒന്നിച്ച് ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. നെക്സ്റ്റ് പേജിൽ റിലവൻസി ഓഫ് സോഷ്യോളജിയാണ്. റിലവൻസി ഓഫ് സോഷ്യോളജിയിൽ അതിന് ഇമ്പോർട്ടൻസ്, അത് സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത് ബെറ്റർ ചാൻസ് ഓഫ് കൺട്രോളിങ്. ഒന്നാമത്തെ എന്താണ്? ബെറ്റർ ചാൻസ് ഓഫ് കൺട്രോളിങ് ആണ്. അതായത് നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്കൊരു അവബോധം ഉണ്ടെങ്കിൽ നമ്മൾ സൊസൈറ്റിയിലായിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനൊരു സെൽഫ് കൺട്രോൾ നമുക്ക് വരും. രണ്ടാമത്തേത് സോഷ്യോളജി പ്രൊവൈഡ്സ് ദ മീൻസ് ഓഫ് ഇൻക്രീസിങ് അവർ കൾച്ചറൽ സെൻസിറ്റീവ്നെസ്, allowing policies to based on the awareness of divergent cultural values. അതായത് നമ്മൾ സൊസൈറ്റിയിലായിരിക്കുമ്പോൾ കൾച്ചറൽ വാല്യൂസിന് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അതാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് വൺ, വി ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് ദ കോൺസിക്വൻസ് ഓഫ് ദ അഡോപ്ഷൻ ഓഫ് പർട്ടിക്കുലർ പോളിസി പ്രോഗ്രാംസ്. നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസിനെ കുറിച്ചിട്ട് അതിൻ്റെ കോൺസിക്വൻസ് വളരെ ഇതാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ റീമേക്ക് ചെയ്ത് സൊസൈറ്റിക്ക് ഒരുപാട് എഫക്ട്സ് വരുത്താത്ത രീതിയിൽ നമ്മൾ അതിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നാലാമത്തെ പോയിന്റ്, സോഷ്യോളജി പ്രൊവൈഡ്സ് സെൽഫ് എൻലൈറ്റൻമെൻറ്റ് ഓഫറിംഗ് ഗ്രൂപ്പ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഇൻക്രീസ്ഡ് ഓപ്പർച്യൂണിറ്റി ടു ഓൾട്ടർ ദ കണ്ടീഷൻസ് ഓഫ് ദെയർ ഓൺ ലീവ്സ്. അതായത് ജനങ്ങളെയൊക്കെ അവരെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് അവരെ അവരുടെ രീതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഇതൊക്കെയാണ് സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഒന്നാമത്തെ ചാപ്റ്റർ വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ ജസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് മെൻറ്റ് ബൈ സോഷ്യോളജി, വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി, ഹു ഈസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് പഠിക്കാനായിട്ടുള്ളൂ.